ഹായ് അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോ റമദാനിലെ ഒരു ഡേ ആണ് കേട്ടോ. ഇന്നിപ്പോൾ മക്കൾക്കൊക്കെ സ്കൂളുള്ളൊരു ദിവസമാണ്. അങ്ങനെ അവർ സ്കൂളിലൊക്കെ പോയി. പിന്നെ ഇന്നിപ്പോൾ രാവിലെ എനിക്ക് ലിവിങ് റൂമിൽ കുറച്ച് പ്ലാൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ആക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു. പിന്നെ വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയിട്ടു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കിച്ചണിൽ വന്നതാണ് കേട്ടോ. കിച്ചണ് മൊത്തത്തിലൊന്ന് നല്ലപോലെ ഒന്ന് ക്ലീൻ ആക്കിയിടുന്നുണ്ട്. അങ്ങനെ കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേന് ഇതാ മോള് നീച്ചിട്ടുണ്ടായിരുന്നു. മോൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. പിന്നെ ഇന്നിപ്പോൾ നോമ്പ് തുറക്കാൻ 2-3 കസിൻസും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറുതായിട്ടുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ സ്നാക്കായിട്ട് മോമോസിൻ്റെ ഫില്ലിങ്ങിൽ ഒരു സമൂസയും പിന്നെ സ്വീറ്റായിട്ട് നെയ്യാടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു 3 വലിയുള്ളി നല്ലോണം ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ ഇങ്ങനെ വഴന്ന് സോഫ്റ്റായി വരുന്ന ടൈമിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു ക്യാപ്സിക്കം ചോപ്പ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ പൊടികളായിട്ട് കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോയാ സോസ് ഞാൻ ഇവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലക്ക് അനുസരിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതാ വേവിക്കാത്ത ചിക്കന് ക്രഷ് ചെയ്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എല്ലാതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്താൽ ഫില്ലിങ് റെഡിയായി. ഇനിയിപ്പോൾ ചിക്കൻ്റെ വേവ് മുഴുവനായിട്ട് വെന്തിട്ടില്ല. ഇനിയിപ്പോൾ അത് നമ്മൾ സമൂസ ഫ്രൈ ചെയ്യുമ്പോൾ ആ സമയത്ത് വേവ് കിട്ടോ. ഇനിയിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടൊരു മസാല റെഡിയാക്കാം. ഒരു മിക്സിൻ്റെ ജാറിലേക്ക് മുഴുവനായിട്ടുള്ള കുരുമുളക് ഉണ്ടെങ്കിൽ അതൊരു ടേബിൾ സ്പൂണ്, പിന്നെ മുഴുവനായിട്ടുള്ള മല്ലി 1 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂണ് ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂണ് ഗരം മസാല, 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി, 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂണ് മൈദ. ഇനിയിപ്പോൾ എല്ലാതും കൂടി നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ മസാല നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിക്കണേ. ഇനിയിപ്പോൾ മസാല തേച്ച് വെക്കാനുള്ള ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിക്കണേ. അതിലേക്ക് ഒരു ചെറുനാരങ്ങൻ്റെ നീരൊന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ചധികം കരിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 4-5 പച്ചമുളക് നടുവിൽ കീറിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു പിടി നിറയെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മസാല ഉണ്ടല്ലോ, അത് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു മസാല നമ്മൾ പൊടിച്ചിട്ട് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെച്ചാൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇത് ഫ്രൈ ചെയ്തിട്ടൊന്നും ഞാനിതിൽ കാണിച്ചിട്ടില്ല. ഇനിയിപ്പോൾ കറി ആയിട്ട് ഞാൻ ചിക്കൻ പറുദീസയാണ് കേട്ടോ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിലേക്ക് സൈഡായിട്ട് ഗീ റൈസ് ആയിരുന്നു. ഗീ റൈസും ചിക്കൻ പറുദീസും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കൻ പറുദീസിൻ്റെ റെസിപ്പി ഡീറ്റെയിൽഡ് ആയിട്ട് യൂട്യൂബിലൊക്കെ ഉണ്ടാവും, നോക്കിയാൽ മതി. ഞാനിതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഗീ റൈസും ചിക്കൻ പറുദീസും. ഇത് ശരിക്ക് ചിക്കൻ മുറിക്കാതെ ചിക്കൻ മുഴുവനായിട്ടുള്ള ചിക്കനിലാണ് ചെയ്യൽ. ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാ മസാലകളും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നല്ലോണം ഒന്ന് മസാല തേച്ചിട്ട് പിന്നെ ഞാനത് വൈകുന്നേരമാണ് കേട്ടോ കുക്ക് ചെയ്യണത്. നല്ലോണം മസാല തേച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. പിന്നെ ഇതിപ്പോൾ കടിയായിട്ട് പത്തിരി, പൊറോട്ട, ബീഫ് ഫ്രൈ ഒക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഏകദേശം പണികളൊക്കെ തീർന്നിട്ട് ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ സമൂസ ഫ്രൈ ചെയ്യുക, നെയ്യട ഉണ്ടാക്കുക, പിന്നെ തരിക്കഞ്ഞി, നാരങ്ങ വെള്ളം, ജ്യൂസ് അതൊക്കെയാണ്. പിന്നെ ഒന്നും എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അവരൊക്കെ വന്നപ്പോൾ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.